ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവിൻ്റെ റെസിപ്പിയാണ്. മുട്ട ഗ്രേവി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ഇതുപോലെ ഉണ്ടാക്കി പോവും. അത്രയും നല്ല രുചിയാണ്. ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ അടിപൊളിയാണ് ഈ ഒരു മുട്ട ഗ്രേവി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. എരിവില്ലതാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ തക്കാളി ഈ ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് തക്കാളി സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു അരപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത്, കൂടിപ്പോകണ്ട, ഒരു അരക്കപ്പ് മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു കൈപ്പിടി മല്ലിയില, ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഒന്ന് കഴുകിയതിന് ശേഷം അതിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം എന്ന് പറയുമ്പോൾ പെരുംജീരകവും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ആ ഒരു അരപ്പാണിത്. അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം തീ അല്പം ഒന്ന് കൂട്ടിയിട്ട് ഇത് ഒന്ന് തിളക്കണം. അരപ്പ് ചേർത്തിട്ട് സൈഡൊക്കെ ഇതുപോലെ തിള വരാൻ തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സീൻ്റെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല ഈ ഒരു മുട്ടക്കറിക്ക്, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ടെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളക്കാൻ തുടങ്ങും. അന്നേരം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്നെല്ലാം നോക്കുക. ഉപ്പ്, എരിവ്, പുളി അങ്ങനെയുള്ളതൊക്കെ കുറവുണ്ടോ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഒരു മുട്ടനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്നില്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 6 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ഗ്രേവി മുട്ടൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. ഒരുപാട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി മുട്ട അങ്ങ് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ട പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഗ്രേവിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് സെർവ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മുട്ട ഗ്രേവി ഉണ്ടാക്കി നോക്കുക. അടിപൊളി രുചിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. ചപ്പാത്തി, പൊറോട്ട, നാൻ, അതുപോലെ ചോറിൻ്റെ കൂടിയെല്ലാം അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.